സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബിജെപി ഫാസിസ്റ്റല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള ചുവടുവയ്പായി ബിജെപി സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുതയെന്നും ശൈലജ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സിപിഎം തൃശൂർ BSNL ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. ബിജെപി ഗവൺമെന്റ് കൂടുതൽ അപകടകാരിയാണ് എന്ന് സിപിഎം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഫാസിസ്റ്റ് പ്രവണതകൾ കൂടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി സർക്കാർ. RSSന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കാൻ ബിജെപി ഗവൺമെന്റ് ശ്രമിക്കുന്നു. ചില മാധ്യമങ്ങൾക്ക് ഒരു സംശയമുണ്ടായി. സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബിജെപി ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്. നല്ല ധാരണയോടുകൂടിയാണ് സിപിഎം രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നത്. ഒട്ടും അതിഭാഗത്വമോ ഒട്ടും കുറവോ കൂടുതലോ വരുത്താതെ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വഭാവം എന്നാണ് സിപിഎം ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത്. RSSും BJPയും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഫാസിസം നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഫാസിസം നടപ്പിലായി കഴിഞ്ഞെന്ന് പറയാറായിട്ടില്ല. ഫാസിസത്തിലേക്കുള്ള പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഫാസിസം നടപ്പായിട്ട് അതിനെതിർത്താൽ മതിയെന്നാണ് CPM വിമർശകർ പറയുന്നത്. എന്നാൽ കേന്ദ്രം നവഫാസിസ്റ്റ് പ്രവണത കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെതിരായി ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാക്കുക എന്നതാണ് CPM തീരുമാനം. എന്നാൽ ഏത് വിധേനയും കേരളത്തെ നശിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും അങ്ങനെ തന്നെ വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചിരുന്നത്. രണ്ടു കൂട്ടരും തുടരുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങളാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് സാമ്രാജ്യത്വത്തിന് അവരുടെ അജണ്ടകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പരമാധികാരവും ജനകീയ നടപടികളും അടിയറ വെച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേർ നൽകിയത് തന്നെ പ്രത്യേക ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾ ഹിന്ദുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, ഹിന്ദുവിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, മറ്റുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ പേർ നൽകൽ. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെ എത്ര കാലത്തേക്ക് വേണമെങ്കിലും വിചാരണ കൂടാതെ ജയിലിലിടാമെന്ന നിയമ ഭേദഗതി BJPയുടെ ഫാസിസ്റ്റ് പ്രവണതയുടെ ഉദാഹരണമാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുയോഗത്തിന് മുൻപായി തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് BSNL ഓഫീസിന് മുൻപിലേക്ക് 100 കണക്കിന് CPM പ്രവർത്തകർ അണിനിരന്ന മാർച്ച് നടത്തി. TCV ന്യൂസ്, തൃശൂർ.